ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാകട്ടെ ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ജോലിയൊന്നും ചെയ്ത് തീർക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് പതുക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴൊരു ചായയൊക്കെ കുടിക്കണം എന്ന് തോന്നി. സാധാരണ കട്ടൻ ചായയാണ് സാധാരണ കുടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കട്ടൻ ചായ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. അപ്പോൾ പാൽ ചായ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ പൊടിയാകട്ടോ ഞാൻ ചായക്കൊക്കെ ഉപയോഗിക്കണം. പാല് ഞാൻ ചായക്ക് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ സാധാരണ രാജേട്ടൻ പിന്നെ കട്ടൻ ചായയാണ് കുടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചായ എടുക്കട്ടെ രാജേട്ടാന്ന് പറഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞെന്നാൽ ചായ മതി, കട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കും രാജേട്ടനും കൂടി ചായ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾ ചായയൊന്നും കുടിക്കുകയില്ല കേട്ടോ. എന്നാ നിർബന്ധിക്കാറുമില്ല ചായ അങ്ങനെ കുടിക്കാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ചായയൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പാലും കൂടിയൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇടിയപ്പത്തിനുണ്ടാക്കിയ പീസ് കറി ഇത്തിരി അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രാവിലെ അത് തണുത്തതിന് ശേഷം ഒന്ന് കറി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും ആ കറിക്ക് പറ്റണ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാനോർത്ത് പുട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ച് പുട്ടുമൊക്കെ ഒന്ന് ഉതിര് പുട്ടായിട്ട് ഉണ്ടാക്കണം. നമ്മുടെ പൊടിയിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരുപാട് തേങ്ങ ഇടണം കേട്ടോ. ഒരുപാടെന്നല്ല, നമ്മൾ തേങ്ങ ഇച്ചിരി അധികം ഇട്ട് കഴിഞ്ഞാൽ പുട്ട് ഇങ്ങനെ ഉതിര് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇച്ചിരി അധികം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കപ്പ കിടക്കണതുകൊണ്ട് ഞാനോർത്ത് പുട്ടും കപ്പയും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കപ്പ കിടക്കണുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കപ്പ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ കപ്പയും കൂടി ഒന്ന് കുത്തി അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചോറും എന്നുള്ള അരി ഞാൻ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഒരുപാട് സമയം അടുക്കളയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊന്നും തീരുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ജോലിയൊക്കെ പതിവ് പോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ വെന്തതിന് ശേഷം അതൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ പിന്നെ സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതിനകത്ത് ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പും കൂടി ഇടുകയാണ്. അരപ്പിനകത്ത് ഞാനൊരു 4 വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഒരു 10-12 കുരുമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇനി ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അരപ്പ് പിന്നെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചതും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ചൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഈ മാച്ചാനാണ് കേട്ടോ കിട്ടിയിരുന്നത്. മാച്ചാൻ അങ്ങനെ അപൂർവം കിട്ടണ ഒരു മീനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടപ്പോഴേ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ടൈപ്പ് ഒക്കെ വലിപ്പമുള്ളതാണ് കേട്ടോ കിട്ടിയിരുന്നു. ഒരു 4 മാച്ചാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി വിലയൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും അപൂർവമായിട്ട് കിട്ടുന്ന വസ്തു എന്ന് പറഞ്ഞ പോലെ കേട്ടോ മാച്ചാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറയണില്ല കേട്ടോ. മിക്കവാറും എല്ലാം മീനും എല്ലാവരും ഒക്കെ ചെയ്യണതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും പറയണില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അത് നമ്മുടെ തേങ്ങയും ഒക്കെ ആയിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും കൂടി ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയൊക്കെ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം അത് ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി പൊട്ടിയതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ സവോള അരിഞ്ഞതും 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ അരപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളതിന് ആവശ്യത്തിനുള്ള മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മളൊന്ന് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ഒരു 2 കഷ്ണം പുളിയും കൂടി ഇട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാവേ. അപ്പോൾ ഇത് കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിത് വറ്റിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ആ കൂടത്തിൽ തന്നെ അങ്ങ് റെഡിയാവും. അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ഞാൻ ഈ കറിയൊക്കെ വെച്ചാൽ ഇവിടെ പിള്ളേർ മീനൊന്നും കൂട്ടിയില്ല, ഇത്തിരി ചാറൊക്കെ എടുത്ത് കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് മീൻ ഒരു 5-6 കഷ്ണം വറുക്കാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇത് ഒന്ന് മൂടി വെച്ച് വറ്റി വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചതിന് ശേഷം ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട്, മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മീൻ കറിയിലേക്ക് ഞാൻ വെളുത്തുള്ളിയൊന്നും അരച്ച് ഇടണില്ല കേട്ടോ. മീൻ വറുക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇത്തിരി മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ വെച്ചതിന് ശേഷം അതൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ മീൻ വറുക്കാനുള്ളതും കൂടി ഇട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല, എന്നാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.